കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് CPM. SFIOയുടെ നാടകം രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. 10 വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിന് 3 ഇരട്ടി വരെയോ പിഴയും ചുമത്താവുന്ന കുറ്റമാണ് നിലവിൽ വീണയുടെ പേരിലുള്ളത്. വീണയ്ക്കെതിരെയുള്ള അന്വേഷണത്തിന് വഴി തുറന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായിരുന്നു. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ പുറത്തായതോടെയാണ് CMRൽ നിന്നുള്ള വീണയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻ ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായി വ്യക്തമായത്. കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് SFIOയുടെ ഡൽഹി ഹൈക്കോടതി അറിയിച്ചത് 2024 ഡിസംബറിലാണ്. 2017-20 കാലഘട്ടങ്ങളിൽ നൽകാത്ത സേവനത്തിന് 1.72 കോടിയുടെ ഇടപാടുകളാണ് ഇരു കമ്പനികളും തമ്മിൽ നടന്നത്. ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന രീതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസും റിപ്പോർട്ട് നൽകിയിരുന്നു. CMRL സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSIRDCക്ക് 13.41% പങ്കാളിത്തവും നോമിനി ഡയറക്ടറുമുണ്ട്. KSIDCയുടെ പണവും ഉൾപ്പെട്ടതിനാൽ CMRL നടത്തിയ അനധികൃത പണമിടപാട് പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയാണെന്നായിരുന്നു കമ്പനി രജിസ്ട്രാറുടെ നിലപാട്. കമ്പനി രജിസ്ട്രാർ KSIDCയുടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകാത്തതിനെ തുടർന്നായിരുന്നു അന്വേഷണം. CMRLന്റെ സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായാണ് പണം വാങ്ങിയതെന്നായിരുന്നു വീണയുടെ വാദം. SFIOയുടെ അന്വേഷണത്തിൽ അതും പൊളിയുകയാണ്. നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന് ആവർത്തിച്ചിരുന്ന വീണയ്ക്ക് SFIOയുടെ അന്വേഷണത്തിലും തെളിവൊന്നും ഹാജരാക്കാനായിട്ടില്ല. ഇല്ലാത്ത ചെലവുകൾ കാട്ടി 182 കോടി രൂപയാണ് CMRൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിട്ടുള്ളത്. ഈ പണം രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറിയെന്നായിരുന്നു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തൽ. അവരുടെ കൂടുതൽ പേര് വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കേസിന്റെ നില തന്നെ മാറും. അതുകൊണ്ട് തന്നെ വീണയ്ക്കെതിരെ കുറ്റപത്രമാകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് പാർട്ടി കൂടിയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെയും EP ജയരാജന്റെയും മക്കൾക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നപ്പോൾ കൈകഴുകി നിന്ന പാർട്ടി വീണയ്ക്കെതിരെ ആരോപണം മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യമിടുന്നുവെന്ന തിരിച്ചറിവിലാണ് പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലൂടെയായിരുന്നു പാർട്ടി വീണയ്ക്കെതിരായ ആദ്യ പ്രതിരോധം തീർത്തത്. 2 സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഏർപ്പാടിൽ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തിന്റെ മുന കൂർപ്പിക്കേണ്ടതില്ലെന്നായിരുന്നു പ്രതിരോധത്തിന്റെ കാമ്പ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീണയെ പ്രതിരോധിച്ച് രംഗത്തെത്തിയിരുന്നു. 6 മാസം കൊണ്ട് തീരേണ്ട അന്വേഷണം നീണ്ടപ്പോൾ സ്വർണ്ണക്കടത്ത് പോലുള്ള മറ്റൊരു കേസ് ആരോപണമായി എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തിക്കുകയായിരുന്നു എന്നാണ് പാർട്ടി വിശദീകരണം നൽകിയത്. സേവനമില്ലാതെ പ്രതിഫലം കൈപ്പറ്റിയതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയപ്പോൾ ഉണ്ടയില്ലാത്ത വെടി കോടതി തള്ളിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അന്വേഷണം പൂർത്തിയാക്കുകയും പ്രോസിക്യൂഷന് കേന്ദ്ര കമ്പനി കാര്യ നിയമ നിർമ്മാണ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തതിനു ശേഷമാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് വലിയ ആകാംക്ഷ. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമ്മൻസ് അയക്കും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ്. അതിനിടെ ടി വീണയെ SFIO പ്രതി ചേർത്തതോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം.